ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാം. ജാവ എന്നൊരു ടേം ഓൾറെഡി എല്ലാവരും കേട്ടൊരു ടേം ആയിരിക്കും. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ C++, അതുപോലെയൊക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ലാംഗ്വേജാണ് ജാവ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനുണ്ട്. അപ്പോൾ ജാവ എന്താണ്, അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ജാവ ഈസ് എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും. ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നോർമൽ ഹ്യൂമൻ ബീങ്സിന് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ടഫായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് കൂടുതലും മിഷൻ ഫ്രണ്ട്ലി ആയിരിക്കും, അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിലാണോ അത് യൂസ് ചെയ്യുന്നത് സിസ്റ്റത്തിന് മനസ്സിലാകുന്ന ആർക്കിടെക്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജുകളെയാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. വേറേഴ്സ് ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ യൂസർ ഫ്രണ്ട്ലി ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജസ്. ഹൈ ലെവൽ ലാംഗ്വേജസിലുള്ള കോഡിംഗ് എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജസിനെക്കാട്ടി ഈസിയാണ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജസിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. C++, ജാവ, പൈത്തൺ, ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. അപ്പോൾ ജാവ എന്ന് പറയുന്നതും ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ദെൻ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ജെയിംസ് ഗോസ്ലിംഗ് എന്നൊരു സയൻറ്റിസ്റ്റ് ആണ്. സോ ഫാദർ ഓഫ് ജാവ പ്രോഗ്രാമിംഗ് ഈസ് ജെയിംസ് ഗോസ്ലിംഗ്. ജാവ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ജാവ എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് സൺ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. 1995 അവർ ജാവ എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റിലീസ് ചെയ്തത്. 1995 ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ആസ് ഐ സെഡ് ഏർലിയർ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. മൊബൈൽ ആപ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാം, ഡെസ്ക്ടോപ്പിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യും. മെയിൻലി ഗെയിംസ്, ഓൾമോസ്റ്റ് ഉള്ള ഗെയിമുകളെല്ലാം നമുക്ക് ജാവ പ്രോഗ്രാമിംഗ് വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ലൈഫിൽ ജാവയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തതായിട്ട് ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് പഠിക്കുക. ആക്ച്വലി ജാവയ്ക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. C++ ലാംഗ്വേജിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ജാവയ്ക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ജാവ ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് നമുക്ക് ആക്ച്വലി 2-3 ക്ലാസിഫിക്കേഷൻ ആക്കാൻ പറ്റും. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു കോഡോ നമ്മൾ എഴുതുന്നത്. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുക്കുന്നു, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിംഗ് പാരാഡിമിന് അതിനുള്ളിൽ തന്നെ വേറെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ടെക്നിക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് മെത്തേഡാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻക്യാപ്സുലേഷൻ, അതുപോലെ ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, ഇങ്ങനെ ഒരുപാട് പോളിമോർഫിസം, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന ഒരു ടേമിനുള്ളിൽ ഉണ്ട്. സോ ജാവ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ജാവയ്ക്കകത്തുള്ള ഒരുപാട് ഫീച്ചേഴ്സിൽ കുറച്ചാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം, അതുപോലെ ഇൻഹെറിറ്റൻസ്, മോഡുലാരിറ്റി, ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ജാവയ്ക്കുണ്ട്. നമുക്ക് വരുന്ന സെക്ഷൻസിൽ ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ സെക്കൻഡ് പോയിന്റ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ജാവ പ്രോഗ്രാം ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തു. ആ സെയിം കോഡ് വേറെ പ്ലാറ്റ്ഫോമിലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്ലാറ്റ്ഫോം ഇൻ ദ സെൻസ് ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിലാവാം, മിഷൻ്റെ കാര്യത്തിലാവാം, ഇങ്ങനെ ഏതൊരു രീതി പറഞ്ഞാലും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാവാം, ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ ജാവ യൂസ് ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ ജാവ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കോഡിങ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അതുകൊണ്ട് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാംസ് നമുക്ക് വിൻഡോ, മാക്ക്, അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, ലിനക്സിൻ്റെ തന്നെ ഒരു വേർഷനാണ് യുണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യുണിക്സ്, വിൻഡോ, മാക്ക്, ഇങ്ങനെയുള്ള പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ജാവ കോഡ് യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ മാത്രമായിട്ട് റെസ്ട്രിക്റ്റഡ് അല്ല. അതാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന പോയിന്റോട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, സിമ്പിൾ. നമ്മളിപ്പോൾ C++ പ്രോഗ്രാമിങ്ങിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജാവ കോഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഈസിയാണ്.
നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെക്യൂർ ഇൻ ദ സെൻസ്, ഇപ്പോൾ ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ ഉള്ളിൽ ഡേറ്റ മെമ്പേഴ്സിന് അല്ലെങ്കിൽ മെമ്പർ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് അൺഅതോറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൺസ്ട്രെയിൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് ആക്സസ് സ്പെസിഫയേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്യൂരിറ്റി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിംഗുള്ളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സെക്യൂർ എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആർക്കിടെക്ചർ ന്യൂട്രൽ, അതായത് ആസ് ഐ സെഡ് ഏർലിയർ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഏതൊരു മെഷീനിൽ അല്ലെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയറിലും ജാവ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ജാവ കോഡ് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സിമിലർലി ഏതൊരു ആർക്കിടെക്ചറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാവ കോഡ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ ആർക്കിടെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. അതാണ് ആർക്കിടെക്ചർ ന്യൂട്രൽ എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ പോർട്ടബിൾ ഇൻ ദ സെൻസ് ഒരു പെർട്ടിക്കുലർ ടൈപ്പിലുള്ള സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ ആർക്കിടെക്ചറിലോ എഴുതിയ ജാവ കോഡിനെ നമുക്ക് വേറെ വേറെ സിസ്റ്റത്തിൽ റൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് പോർട്ട് ചെയ്യാൻ ജാവ കോഡ് പറ്റുന്നത് കൊണ്ടാണ് പോർട്ടബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റോബസ്റ്റ് ഇൻ ദ സെൻസ്, ഇപ്പോൾ ജാവ എന്നുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗാർബേജ് കളക്ഷൻ അല്ലെങ്കിൽ ലീക്ക് ആകുന്നത് അവോയ്ഡ് ചെയ്യുക, മെമ്മറി ലീക്ക് അവോയ്ഡ് ചെയ്യുക, ഇങ്ങനത്തെ കുറേ നല്ല നല്ല അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഒരു ജാവ ആസ് എ ഹോൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള C++ അല്ലെങ്കിൽ വേറൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ എറേഴ്സ് കണ്ടുപിടിക്കുകയും അത് മാറ്റുകയും ഒരു ഈസി ടാസ്ക് ആണ് ജാവയിൽ. എറർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ ഈസ് എ ഈസി ടാസ്ക് ആസ് കമ്പയർഡ് ടു അതർ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുകൊണ്ടാണ് ജാവ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ജാവയ്ക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ, ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ഓൾസോ കോൾഡ് ഓറ. ഓറ മീൻസ് റൈറ്റ് വൺസ് റൺ എനിവെയർ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, ആർക്കിടെക്ചർ ന്യൂട്രൽ ആണെന്നൊക്കെ പറഞ്ഞ പോയിന്റിൽ പറഞ്ഞൊരു കാര്യമാണ്. ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ജാവ കോഡ് റൺ ചെയ്യാൻ പറ്റൂ എന്നങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമേ റൺ ചെയ്യാൻ പറ്റൂ എന്നില്ല, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കണമെന്നില്ല. ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരു തവണ എഴുതിയത് വേറെ വേറെ പ്ലാറ്റ്ഫോംസിൽ അല്ലെങ്കിൽ വേറെ സോഫ്റ്റ്വെയർസിൽ റൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ജാവ പ്രോഗ്രാമിങ്ങിനുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞു. സോ ഒരു തവണ നമ്മൾ കോഡ് എഴുതി കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ കോഡ് എടുത്തിട്ട് പോയി റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ജാവയിലുണ്ട്. അതുകൊണ്ട് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ റൈറ്റ് വൺസ് റൺ എനിവെയർ എന്നൊരു ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ, ജാവയുടെ എഡിഷൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ആണ്. മെയിൻലി ജാവ 4 എഡിഷൻസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ജാവ SC, ജാവ EE, ജാവ ME ആൻഡ് ജാവ FX. അതിൽ ജാവ SE ജാവ SE 8 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആക്ച്വലി ഇറ്റ്സ് ദ സ്റ്റാൻഡേർഡ് എഡിഷൻ ഓഫ് ജാവ. നെക്സ്റ്റ് വൺ ജാവ EE, J2 EE എന്ന പേരിൽ അറിയപ്പെടും. അതൊരു എൻ്റർപ്രൈസ് എഡിഷൻ ആണ്. ദെൻ ജാവ ME എന്ന് പറയുമ്പോൾ J2 ME മൈക്രോ എഡിഷൻ ആണ്. ജാവ FX, ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ജാവയുടെ ഇതുവരെയുള്ള എഡിഷൻസ്. ജാവ SE 8 എന്നത് ഓൾറെഡി പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് എഡിഷൻ ആണ്. ജാവ പ്രോഗ്രാമിംഗ് API മീൻസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യാനാണ് മെയിൻലി സ്റ്റാൻഡേർഡ് എഡിഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാമിങ്ങിനും ആപ്പ് ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള ഓൾമോസ്റ്റ് ഉള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ സ്റ്റാൻഡേർഡ് എഡിഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റാൻഡേർഡ് എഡിഷനിൽ മെയിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതിൽ ജാവയുടെ ഫീച്ചർ പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു പോയിന്റാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ് ജാവ എന്ന കാര്യം പറഞ്ഞതാണ്. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ആസ് ഐ ടോൾഡ് ഏർലിയർ ഡേറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അതിനുള്ളിൽ, കീ ഫീച്ചേഴ്സ് അതിനുള്ളിൽ വരുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് ഇനിയുള്ള വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ഈ എല്ലാ ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഡിഷനാണ് ജാവയുടെ സ്റ്റാൻഡേർഡ് എഡിഷനായ ജാവ SE എന്ന് പറയുന്നത്. മൾട്ടി ത്രെഡിങ്, ഊപ്പ് ഫീച്ചേഴ്സ് ഇതെല്ലാം ഈ SE എന്ന് പറയുന്ന എഡിഷനുള്ളിലുണ്ട്. നെക്സ്റ്റ് വൺ ജാവയുടെ എൻ്റർപ്രൈസ് എഡിഷൻ ആണ്. ഇത് മെയിൻലി വെബ് ആപ്ലിക്കേഷൻസ്, എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഡിഷനാണ്. തേർഡ് വൺ ജാവ മൈക്രോ എഡിഷൻ എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡിഷനാണ്. ലാസ്റ്റ് വൺ ജാവ FX,
ജാവ FX എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ്. ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് യൂസർ ഇൻ്റർഫേസ് API ആണ് ജാവ FX എന്ന് പറയുന്നത്. അപ്പോൾ ജാവ എഡിഷൻസ് ആണ് ജാവ SC, EE, ME ആൻഡ് FX. ദെൻ ജാവ എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേം കേൾക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കേൾക്കാറുള്ള അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് JVM. ചിലരെങ്കിലും കേട്ട് കാണും. JVM എന്ന് വെച്ചാൽ ജാവ വിർച്വൽ മെഷീൻ. ജാവ വിർച്വൽ മെഷീൻ JVM എന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ് എനേബിൾസ് എ കമ്പ്യൂട്ടർ ടു റൺ ജാവ പ്രോഗ്രാം. ഒരു കമ്പ്യൂട്ടറിൽ ജാവ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റണമെങ്കിൽ JVM അതിൽ വേണം. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ ജാവ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേപ്പബിൾ ആക്കുന്നത് JVM എന്ന ഒരു ജാവ വിർച്വൽ മെഷീനാണ്. ഇത് ജാവ പ്രോഗ്രാംസ് മാത്രം റൺ ചെയ്യാനല്ല, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. JVM യൂസ് ചെയ്തിട്ട് ജാവ പ്രോഗ്രാംസ് മാത്രമല്ല, വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ ഞാൻ കമ്പൈൽ ചെയ്ത് ജാവ ബൈറ്റ് കോഡാക്കി മാറ്റിയിട്ട് ആ ജാവ ബൈറ്റ് കോഡിനെ എനിക്ക് ജാവ പ്രോഗ്രാമിൽ റൺ ചെയ്യാൻ പറ്റും. സോ JVM എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ജാവ വിർച്വൽ മെഷീൻ. ജാവ ലാംഗ്വേജിൽ എഴുതിയ കോഡോ അല്ലെങ്കിൽ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ ജാവ ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമോ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യിപ്പിക്കണമെങ്കിൽ ജാവ വിർച്വൽ മെഷീൻ എന്നൊരു JVM എന്നൊരു കൺസെപ്റ്റ് അവിടെ വേണം. ഇതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ജാവയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പ്രോഗ്രാം സെക്ഷനിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇത് ഈ പോർഷനിൽ ഡൗട്ട് ഉള്ളവർക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ID ഉണ്ട്, അതിലൂടെയോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി. ഇനിയുള്ള വീഡിയോസ് ജാവയുടെ പ്രോഗ്രാമിങ്ങിലേക്ക് നമുക്ക് കടക്കാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ജാവയുടെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.